നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് ആ കുട്ടി തന്നെ ചെയ്തതാണെന്ന് ആ കുട്ടിയുടെ അപ്പൂപ്പൻ ദാ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മാവൻ ഇക്കാര്യത്തിൽ കക്ഷി ചേർക്കണ്ട. ഇന്നത്തെ കണ്ടീഷൻ ഞാൻ മനസ്സിലാക്കിയല്ലേ പറ്റൂ. ടീച്ചറെ, പത്മ ടീച്ചറെ കണ്ടായിരുന്നോ? പത്മ ടീച്ചർ മോനെയും കൊണ്ട് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഈശ്വര, നിത്യ ഇപ്പൊ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് ചെന്ന് ജീവനെ അവള് കാണുമല്ലോ. നെക്സ്റ്റ് ടൈം താനൊന്ന് വിളിച്ചിട്ട് വന്നോളൂ, ഞാൻ സഹായിക്കാവടോ. താങ്ക് യു മാം, ഞാൻ വിളിച്ചിട്ട് വരാം. ശരി ശരി. May I come in, ma'am? Yes, come in.
മാം, എനിക്കൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. എന്താ? പത്മ ടീച്ചറെ കുറിച്ച്. പത്മൻ ടീച്ചർ ഒരു കാരണവുമില്ലാതെ എന്റെ കുഞ്ഞിനെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഈ സ്കൂളിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കാത്ത കാടത്തുള്ള ശിക്ഷകളാ എന്റെ മോൾക്ക് പത്മൻ ടീച്ചർ കൊടുത്തോണ്ടിരിക്കുന്നത്. ബെഞ്ച് കയറ്റി നിർത്തുക, അടിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇപ്പത്തെ കുഞ്ഞിന്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഞാൻ സ്റ്റേജിന്റെ പുറകിലേക്ക് ചെന്നപ്പോഴേ അവിടെയും കുഞ്ഞിനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. പത്മ ടീച്ചറെ കുറിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താ പത്മ പ്രശ്നം? ആദിമോനും കല്യാണിയും ഒരുമിച്ചാണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് കയറിയത്. ആദിമോന്റെ പിറകില് കല്യാണി രോല കുത്തിവെച്ചു. അത് ആ കുട്ടി തന്നെ ചെയ്തതാണെന്ന് ആ കുട്ടിയുടെ അപ്പൂപ്പൻ ദാ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മാവനെ ഇക്കാര്യത്തിൽ കക്ഷി ചേർക്കണ്ട. മാം, ഇത് കരുതി കുട്ടി ഇഷ്യൂ ഉണ്ടാക്കിയത് തന്നെയാ. ആ സുജാതെ, വരൂ. അമ്മയെന്താ ഇവിടെ? ഞാൻ മോന്റെ പ്രോഗ്രാം കാണാൻ വന്നത്. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. അതിന്റെ ബഹളം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കുഞ്ഞിന് സമ്മാനം കിട്ടാതിരിക്കാൻ വേണ്ടി പത്മൻ ടീച്ചർ കരുതി കൂട്ടി ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയതാ. എനിക്കിതിന് പരിഹാരം ഉണ്ടായേ പറ്റൂ മാഡം. മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവിന് ഇല്ലാത്ത കംപ്ലൈന്റാ ഇദ്ദേഹത്തിന്. ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുട്ടിയെ പഠിപ്പിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.